സാധനങ്ങളൊക്കെ എത്തിയോ? നോയമ്പ് കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുമ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കണം തലേദിവസം. വീഡിയോയിൽ ആരോ പറഞ്ഞു അമ്മയ്ക്ക് ഇരിക്കാൻ ഒരു ചെയർ ഫ്രണ്ടിൽ മേടിച്ചിടാൻ പറഞ്ഞു. പണ്ടത്തെ കാലത്തില്ലേ പാതി നോമ്പിന് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളോ ചടങ്ങുകളോ ഒക്കെ ഉണ്ടോ? മൺചട്ടി മയക്കണത് അപ്പയുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തെ ചില കറികളുണ്ട്. സാധനങ്ങളൊക്കെ എത്തിയോ? അപ്പോഴേ പറഞ്ഞു നിന്നാൽ കറണ്ട് വന്ന് ചമ്മന്തി അരക്കാം. എന്തൊക്കെയാ സാധനങ്ങള്? പാലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ബ്രെഡ്, പാല്, അച്ചിങ്ങ, അച്ചിങ്ങ വന്നു, സോയ ഉണ്ട്, കുക്കുംബറുണ്ട്, മല്ലിയിലയുണ്ട്, സവാളയുണ്ട്. ഈ പാക്കറ്റിൽ എന്താ കടലമാവാന്ന് തോന്നുന്നു അല്ലേ? നാളെ നമുക്ക് എഗ്ഗ്ലെസ് ഓംലെറ്റ് ഉണ്ടാക്കാം. സോഡയുണ്ട്. സോഡയും ഉണ്ടോ? അതെ. വൈകിട്ട് അമ്മയുടെ പരിപാടി എന്തൊക്കെയാ നോക്കാം നമുക്ക്. എന്റെ അമ്മ നനയ്ക്കാൻ പോകാൻ പറ്റുള്ളൂ. ഇത് സമയം ഇത് ഞാൻ ഒടിച്ചു പൊളിച്ചേച്ച് 1 kg നാടൻ പേർ അപ്പം മേടിച്ച അവിടെ നിന്ന് കടയിൽ നിന്ന്. സമയം കിട്ടുമല്ല, സമയം ഉണ്ടാക്കും അതിനാ. അത് കഴുകി വാരി വേവിച്ച് ഉലർത്ത് റെഡിയാക്കി വെക്കും. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പിന്നെ ചാറുണ്ടാക്കിയാൽ മതി. നാളെ ഉദ്ദേശിക്കുന്ന ചാറ് എന്നാന്നറിയാമോ? വെള്ളരിക്ക മേടിച്ചിട്ടുണ്ട്. വെള്ളരിക്ക പച്ചത്തേങ്ങ അരച്ച് പുളി പിഴിഞ്ഞ്, മാങ്ങയ്ക്ക് പകരം വാളംപുളി പിഴിഞ്ഞിട്ടുള്ള കറി, ചാറ് കറി. അതാ മനസ്സിൽ ഉദ്ദേശിച്ചേക്കണേ. നമ്മളെപ്പോഴും നോയമ്പ് കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുമ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കണം തലേദിവസം. അപ്പൊ ഒരു കറി റെഡിയാക്കി ഉലർത്ത് പോലെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചാറാണെങ്കിലും മതി, 2 ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം ഒരു ഉലർത്തുണ്ടാക്കിയാൽ മതി. ചാറുണ്ടാക്കി വെക്കുവാണെങ്കിൽ അന്നേ ദിവസം. അപ്പൊ അങ്ങനെ ആകുമ്പോ പണി എളുപ്പാക്കാം. പിന്നെ രാവിലെ അല്ലാതെ ചായക്ക് കഴിക്കാനുണ്ടാക്കൂല. അപ്പൊ 2 ദിവസത്തേക്ക് ഉണ്ടാക്കി എപ്പോഴും അത് ഉണ്ടാക്കി വെച്ച് കുത്തി ഇളക്കി വാരി എടുക്കുന്നതിന് മുമ്പ് തന്നെ ചാറുകറി ആണെങ്കിൽ നമ്മളെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ നമുക്ക് കഴിക്കാനുള്ളത് കലത്തിൽ വെച്ചേക്കുക. ഞാനീ പറയണ വിവരങ്ങളെല്ലാം എല്ലാ വീടുകളിലും ചെയ്യണതാണ്, എല്ലാവർക്കും അറിയാവുന്നതാട്ടോ. പക്ഷെ ഞാനിത് പറയണ എന്നാന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറയണത് ചില ന്യൂജൻ എപ്പോഴും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ്, കറികൾ ഉണ്ടാക്കണം എങ്ങനെയാണ്, രീതികൾ എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയണതാണ്. അറിയാവുന്നവരെല്ലാം സ്കിപ്പ് ചെയ്തേക്കുക. അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യണു എന്ന് കരുതി വേറെ ആരും അത് അനുകരിക്കാനോ ഒന്നിനോ വേണ്ടി പറഞ്ഞതല്ല. പലരും ചോദിക്കുന്ന കാരണം ഓരോന്ന് പറയണം. അപ്പൊ ചിലപ്പോ ആരാ ഇതൊക്കെ ചോദിക്കുന്ന, ആർക്കും അറിയാൻ മേലാത്ത ചോദിക്കുന്ന ഒരുപാട് പുതിയ കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി മാത്രം പറയണത്, അറിയാവുന്ന എന്നേക്കാൾ എളുപ്പമുള്ളവരും എന്നിലും മൂത്തവരും എൻ്റെ പ്രായക്കാരും ഒന്ന് കണ്ണടച്ചാൽ മതി. ആ ഭാഗങ്ങൾ കാണണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. എല്ലാവർക്കും വേണ്ടി ചെയ്യുമ്പോൾ എല്ലാവരുടെ ആവശ്യങ്ങൾ നമ്മൾ പറയണ്ടേ. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട. ചിലപ്പോൾ അറിയാവുന്നവർക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പിന്നെ എത്ര അറിവുള്ളവരാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ ചെറിയ ചെറിയ ഐഡിയാസ് ചിലപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകളിലൂടെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാകും. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ പറയണം. അപ്പൊ എനിക്കും അതനുസരിച്ച് ചെയ്യാലോ. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്തു വെക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. ഇഷ്ടംപോലെ അറിവുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നാലല്ലേ വിവരങ്ങൾ കിട്ടുള്ളൂ. ഞാൻ എല്ലാവരോടും ഓരോ വിവരങ്ങളും എപ്പോഴും ചോദിക്കും. ഞങ്ങളുടെ ബന്ധുമിത്രാദികളോടും അയൽവക്കക്കാരോടും എല്ലാവരോടും ഞാനിങ്ങനെ ഓരോ വിവരവും ചോദിക്കും. അപ്പൊ അവരുടെ നിന്നും പല സംഗതിയും നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ശരിക്കും അങ്ങനെ ആയാലും നമുക്ക് അറിവുകൾ കൂടുതൽ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ 17 ശനിയിട്ട വീഡിയോയിൽ ആരോ പറഞ്ഞു അമ്മയ്ക്ക് ഇരിക്കാൻ ഒരു ചെയർ ഫ്രണ്ടിൽ മേടിച്ചിടാൻ പറഞ്ഞത്. ആ ചെയർ പിടിച്ചേ, ആ ചെയർ പോലെ തന്നെ അതിന്റെ സെയിം ചെയർ അപ്പൊ ഇവിടെ മേടിച്ചിട്ട് 2 ചെയർ ഫ്രണ്ടിലുണ്ട്. അപ്പൊ ഞാനെന്നാന്നോ നിങ്ങളോടായിട്ട് പറയണം കേട്ടോ, എനിക്കിങ്ങനെ ചാരി ഇരിക്കാൻ ചെയറായിട്ട് ഞാനിരിക്കാൻ നേരത്തില്ലേ ഈ അതുപോലത്തെ തന്നെയുള്ള ചെയർ ഇവിടെ നിന്ന് മാറ്റി അകത്തേക്ക് വെച്ചേച്ച് ഈ ചെയർ ഇങ്ങോട്ട് എടുക്കണം. എനിക്ക് ഇതിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ടിരുന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണത്. ആ ചെയർ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, അതൊക്കെ അതിൻ്റെ അനുസരിച്ച് അപ്പം ഇവിടെ ഓരോ സംഗതികൾ മേടിച്ച് കൂട്ടാറുണ്ട്. അപ്പം ഞാൻ ഇത് ഇച്ചിരി വിസ്തൃതമായിട്ടിരിക്കാം. ഞാൻ തന്നെ ഇതിലിരിക്കണ ആളാ. സ്ഥിരമായിട്ടിരുന്നാൽ കൊള്ളൂല, ബാക്കിലൊക്കെ വേദന എടുക്കും. അപ്പം ഇത് ഇച്ചിരി കലപ്പഴക്കായി അത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞ് മേടിച്ച്
ഇടാൻ ഈ ചെയറിനിപ്പോ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ യാതൊരു പ്രശ്നങ്ങളും നമുക്കില്ല. പിന്നെ കുറച്ച് പഴയതായി, കളറൊക്കെ പോയിട്ടുണ്ട് എന്ന് വെച്ച് നമ്മൾ വീട്ടിലെ ഒരു സാധനം പഴയതായി എന്ന് പറഞ്ഞ് നമ്മളത് വേണ്ടാന്ന് വെക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. കാരണം പിന്നെ എന്തെങ്കിലും ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിന് വന്നു കഴിഞ്ഞാൽ നമ്മളത് മാറ്റും. അല്ലാതെ പഴയതായി കളറ് പോയി എന്നും പറഞ്ഞ് നമുക്ക് ഒരിക്കലും അത് മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നതല്ല. ഫ്രണ്ടിൽ ഇത് ഇടാൻ ഇച്ചിരി കളർ ചേഞ്ച് ഉണ്ട്. ഞാൻ ആ ഫ്രണ്ടിൽ ഇടുന്നത് മറ്റേതാ, ഇതിന്റെ ജോഡിയായിട്ടുള്ള മേടിച്ച. ഞാൻ ഇരിക്കാൻ നേരത്തെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി ഇടുന്നതാ. ചില സമയത്ത് ഇത് മാറ്റി വർക്ക് ഏരിയയിലേക്ക് കൊണ്ടുപോയിച്ച് അത് ഇവിടെ കൊണ്ടുപോയി ഇടാറുണ്ട്. ഓക്കെ. കുയിലിന്റെ പശ്ചാത്തലത്തിൽ വീഡിയോ എടുത്തപ്പോ കുയില് കരച്ചിൽ നിർത്തി. പിടിക്കോന്നറിയാമേല, പിടിക്കോന്നൊന്നും അറിയില്ല. ഏഞ്ചൽ പിടിപ്പിച്ച് തന്നെ ഒരു ചട്ടി നിറയെ ഉണ്ടായിരുന്നു. പല ചട്ടികളിലാക്കിയതാ. കുറച്ച് കാലപ്പഴക്കം കൊണ്ടാന്ന് തോന്നുന്നു അതൊക്കെ പോയി. ഇന്നിപ്പോൾ ഷോപ്പിൽ ചെന്നപ്പോൾ അപ്പം പുതിനയില വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ തണ്ട് ഞാൻ വെള്ളത്തിലൊക്കെ നനച്ച് ഉച്ചയ്ക്ക് കൊണ്ടുവന്നപ്പോൾ വെച്ചിരുന്നതാ. ഏതായാലും ടെസ്റ്റ് ചെയ്യാനൊന്ന് വെച്ച് നോക്കാം. അതെ, എങ്ങനെയുണ്ടെന്നറിയാം. ഇല്ലെങ്കിൽ നമുക്ക് പൊക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. അതിന് വിഷയമുള്ള കാര്യമല്ലല്ലോ. അതെ. അതെ, എനിക്ക് തോന്നുന്നു ഈ കാലാവസ്ഥ പിടിക്കാത്തതുകൊണ്ടായിരിക്കും. ഇതിന് കൂടുതൽ തണുപ്പാ വേണ്ടേന്ന് തോന്നുന്നു. ഇത് ഷെയ്ഡിൽ വെക്കണ എല്ലായിടവും വെയിലാണ് ഇവിടെ. ഷെയ്ഡെന്ന് പറയാൻ പറ്റിയ സ്ഥലം ഇല്ലേ, കുയില് പറ്റിയ സ്ഥലമൊന്നും ഇല്ല. എങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒരു ഷെയ്ഡിൽ വെക്കാം കേട്ടോ. പിടിക്കുവാണെങ്കിൽ പിടിക്കട്ടെ അല്ലേ. ഇല്ലെങ്കിൽ ഇപ്പം മുടക്കൊന്നുമില്ല. ഇച്ചിരി കാശ് കൊടുത്ത് മേടിച്ചിട്ടല്ലേ ഉള്ളൂ. പിന്നെ വേറൊരു സംഗതി ഞാൻ പറിച്ചുകൊണ്ട് വരണ്ടേ. ഇതിൽ വെച്ചിട്ടുണ്ട്. വേറൊരു സംഗതി പറിച്ചുകൊണ്ട് വരാം. ഇത് പിടിക്കുവാണെങ്കിൽ ചാണാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. വെറുതെ ചാണാപ്പൊടി ഇട്ട് കളയണ്ടല്ലോ. അവിടെ ചാണാപ്പൊടി കിടപ്പുണ്ട് മേടിച്ചത്. കുയില ഞാൻ വേറൊരു ബിഗോണിയുടെ ഇച്ചിരി ഒടിച്ചുകൊണ്ട് വരാം. ഒരു ചട്ടി നിറഞ്ഞു നിൽപ്പുണ്ട്. അതും കൂടെ അതിലേക്ക് വെക്കും. കുയിൽ അവിടെയാണോ? ചക്കയപ്പം തീർന്നോ നമ്മുടെ? ഓ, അതിന്റെ ഇടയിലാകുമ്പോ ബിഗോണിയ നടാൻ പോയി. ഒരു ചക്ക പോലും കിട്ടാനില്ല. ഭയങ്കര കഷ്ടമാണ്. ഇല്ല, തീരെ ഇല്ല അതിനകത്ത്. ചട്ടിയിൽ പിടിപ്പിക്കാനാ. പിന്നെ വേറൊരു ചട്ടിയിൽ ആ ബിഗോണിയ പകർത്തണല്ലേ. അത് കുറച്ച് കിടപ്പുണ്ട്. അതും പകർത്തണം. ആ വലിയ കമ്മീച്ച വീച്ച പൊങ്ങനാണ്. അമ്മയുടെ ശത്രുവാണത്. ആർക്കും അത് ഇറിറ്റേഷൻ ഉണ്ടാക്കണം. മൂക്കിലേക്കും കണ്ണിലേക്കും തന്നെ വരും. ഒരു ഗുരുവെന്നുള്ള ഈച്ച. അത് വേനക്കിളക്കണതാ പറമ്പിൽ നിന്ന്. പറമ്പിലെല്ലാം എനിക്ക് അങ്ങനെ ചൂടായതുകൊണ്ടല്ലേ. അതെ, അത്തേക്ക് വന്നതായി. വേറെ ഒരു ചട്ടിയിൽ നിൽപ്പുണ്ടായി. ചട്ടിയുടെ പുറത്തേക്ക് ഇങ്ങനെ ആയിട്ട് ഞാൻ ഇതിലേക്ക് മാറ്റിയതാട്ടോ. ഈ ചട്ടികളൊക്കെ ഇല്ലേ, ഈ പ്ലാസ്റ്റിക് ചട്ടികള്, ഇതൊക്കെ നോബി ഓരോ ആന്തൂറിയോ അതൂറും ഒക്കെ കൊണ്ടുപോയി തന്നെ കീരിച്ചെടി ഓരോന്നൊക്കെ പുള്ളി കൊണ്ടുപോയി തന്നെ ചട്ടികൾ ഞാൻ ഒഴിവാക്കി വെച്ചേക്കണതാ. ആ ചട്ടി കൊടുക്കാന്ന് പറയുമ്പോൾ പറയും വേണ്ട കുഞ്ഞേച്ചി, അവിടെ ചെടി മേടിച്ചേച്ച് അവൻ അവിടെ ഓരോ ചെടി പാകി നിർത്തണാവൊന്നും വേണ്ടാന്ന് പറയും. ഓരോന്നും കൊണ്ടുപോകില്ല. അപ്പം ഞാനിവിടെ അത് ഇങ്ങനെയുള്ള ഓരോ സംഗതിക്ക് വേണ്ടി പ്ലാന്റേഷന് വേണ്ടി എടുക്കാമല്ലോ. അതെടുക്കാം. ഓർണില് വാട്ടർ ടാങ്കിൻ്റെ ഇവിടെ കണ്ടിരിപ്പുണ്ട്. പണ്ടത്തെ കാലത്തില്ലേ പാതി നോമ്പിന് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളോ ചടങ്ങുകളോ ഒക്കെ ഉണ്ടോ? പള്ളിയിൽ പോവുമായിരിക്കും. പള്ളിയിൽ കുർബാനയുണ്ട്. അതല്ലാതെ പ്രത്യേകിച്ച് വീടുകളില് പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല അല്ലേ? വെള്ളിയാഴ്ചയാന്ന് തോന്നുന്നു കോട്ടപ്പടിയിലൊക്കെ ഇങ്ങനെ ഈ അപ്പം ചുടുന്നത്, പെസഹാപ്പം പോലെ ഒരു അധികം പാതിക്കില്ല. ഇല്ല അല്ലേ? പാതി ആ സമയമൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ കഠിനമായി നൊയമ്പിൻ്റെ സമയമല്ലേ. അത് പ്രത്യേകിച്ച് അങ്ങനെ വീടുകളിൽ പ്രത്യേകതയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ലളിതമായ ഭക്ഷണമൊക്കെ കഴിക്കുക, അതൊക്കെ ഉള്ളൂ.
പിന്നെ ഇനി വരുംതോറും നമുക്ക് ഓരോരോ ചടങ്ങുകളുടെ പ്രാധാന്യം കൂടിക്കൂടി വരുന്ന ദിവസങ്ങളിൽ. വെള്ളിയാഴ്ച, കോഴിക്കോട്ടെ ശനിയാഴ്ച, ഓശാന. അതെ അതെ അതെ. പിന്നെ കഷ്ടാനുവാഴ്ച ആയില്ലേ പിന്നെ. അതെ, അതുപോലെ കഷ്ടാനുവാഴ്ചയായി പിന്നെ. പെസക വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ. പെട്ടെന്നായി സമയം. പെട്ടെന്നായി. ഇപ്പൊ ഇത്രയും ദിവസം കടന്നുപോയത് നമ്മൾ പോലും അറിഞ്ഞില്ല. എങ്ങനെയൊക്കെയോ അങ്ങ് കടന്നുപോയി. അത് തോന്നണില്ല. അതെ 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 അതെ. ഒട്ടും തോന്നണില്ല. അപ്പൊ ഇന്ന് പാതി നോമ്പ് പ്രമാണിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടല്ലോ ഒരുക്കുന്നുണ്ടോ? ഇല്ല. സിമ്പിൾ, കുറച്ചും കൂടി സിമ്പിൾ ആവുക. അപ്പൊ ഇന്ന് പാതി നോമ്പ് പ്രമാണിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിന്നറാണ് ഇന്ന് ഒരുക്കാൻ പ്ലാൻ ഇടുന്നത്. മിക്കവാറും ദിവസങ്ങളിലൊക്കെ, ഒരുവിധം ദിവസങ്ങളിലൊക്കെ കഞ്ഞി തന്നെയാട്ടോ. കഞ്ഞി എന്തെങ്കിലും അപ്പയ്ക്ക് എന്തെങ്കിലും ഒരു ചാറ് വേണം. അത് കാരണം മോരുകാച്ച എന്തെങ്കിലും ചാറ് കാണും. പിന്നെ എന്തെങ്കിലും ഒരു ഉറപ്പം അതേ ഉണ്ടാവാറുള്ളൂ. അത്താഴം പിന്നെ ചില ദിവസം ചോറുണ്ടാവും. എല്ലാ ദിവസവും കഞ്ഞിന്നല്ല എങ്കിലും എനിക്കിപ്പോ ഒരു ചമ്മന്തി ആണെങ്കിലും കഞ്ഞിക്ക് ധാരാളം മതി. ചൂടുമല്ലേ പിന്നെ. അതെ, പൊരിഞ്ഞ ചൂടാ. ഇത്രയൊക്കെ സൗകര്യം മാവും മരമൊക്കെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ചൂടിനകത്ത് നമ്മൾ വീടിനുള്ളിലേക്ക് കേറുമ്പോ നമുക്കൊരു പ്രത്യേക സുഖ. അതുപോലെ നമ്മൾ പെയിന്റ് ഒക്കെ അടിക്കാൻ പോവാണ് കേട്ടോ. പെയിന്റ് അടിക്കണതിന് മുമ്പുള്ള ഒരു രൂപം കാണിച്ചു തരാം. പെയിന്റ് അടിച്ചതിന് ശേഷം ഇങ്ങനെ ഈ ഭിത്തിയില് ഇതുപോലെയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആകെ ഒറ്റ കൂട്ട് മതി ഞാൻ പറഞ്ഞു. വന്നാൽ തീരുമില്ല ചൂട്. അതെ അതെ അതെ. നമുക്ക് ഓരോ മുറിയിൽ കിടക്കാനും പറ്റില്ല. സാധനങ്ങളൊക്കെ മാറ്റണ്ടേ. അത് അവരുടെ ജോലി പിന്നെ ചെയ്യാതെ പറ്റൂലല്ലോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങിയിരിക്കാൻ പറ്റൂല ഈ ചൂടത്ത്. ഇത് കൊണ്ടുപോകാം. ഇവിടെ പിന്നെ ഇത്രയും മാവൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കസേര ഇട്ടിരുന്നാ കുറച്ചേരമൊക്കെ ഇരിക്കാം അവിടെ. അപ്പൊ ഇതുപോലും ഇല്ലാത്തവരുടെ അവസ്ഥയോ? അതൊക്കെ ശരിയാ. പക്ഷെ ചൂട് ഒരു രക്ഷയില്ല. അത് ശരിക്കും 2-3 മാസം മുമ്പ് ചെയ്യിക്കണായിരുന്നു. നവംബറിലൊക്കെ ചെയ്യിക്കേണ്ടതായിരുന്നു. ഒരുപാട് വൈകിപ്പോയി. അത് ചെയ്യാൻ ഉദ്ദേശം ഇട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ ജയിക്കും. എപ്പോഴും നല്ല കുടിയ വേനലാവാറ്. ചൂട് ഭയങ്കരമല്ലേ. അതെ അതെ, വേനലൊന്നും ആയിട്ടില്ല. ഫെബ്രുവരി കഴിഞ്ഞതേ ഉള്ളൂ. മാർച്ചായി. ഇതൊക്കെ കരിയണ കണ്ടോ വേലിന്റെ ഇതുകൊണ്ട്. ഇലകള് അതിന്റെ ചോട്ടിലേക്ക് ഇടാം. ഡിസംബറിൽ പള്ളിപ്പെരുന്നാളിന് മേടിച്ച ചട്ടിയാട്ടോ. ഇതുവരെ എടുത്തില്ല. ഇനി ഇത് ഞാൻ ഇന്നിപ്പോ രാവിലെ കഞ്ഞോളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോ ഈ കഞ്ഞിവെള്ളം മാറ്റിയേച്ച് ഒന്ന് തേച്ച് കഴിയേച്ച് ഇതിലിരിക്കണ കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കും. അത് നിങ്ങളെ കാണിക്കാട്ടോ. ഒരു 2-3 ദിവസം ഇങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് വൃത്തിയായിട്ട് കഴുകി ഇച്ചിരി എണ്ണയൊക്കെ തൂത്ത് വെയിലത്തൊക്കെ വെച്ചേച്ച് ഉപയോഗിക്കാൻ എടുക്കണത്. അപ്പൊ പല ദിവസം വെക്കുന്നത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. കാരണം വീഡിയോഗ്രാഫർ ഇവിടെ ഉണ്ടാവൂല. ഇന്നത്തെ നാളത്തെ കാണിച്ചു തരാം. രാവിലെ ഒഴിച്ചത് കാണിക്കാൻ പറ്റില്ല. ഇത് വൈകുന്നേരം കഴുകണം കാണിക്കാം. എന്നിട്ട് വൈകുന്നേരം ഒഴിച്ചു വെക്കണം കാണിക്കാം. നാളെ ഒഴിച്ചത് വെക്കണമെന്നും കാണിക്കാം കേട്ടോ. അപ്പൊ ഇത് ഇതുവരെ ഒന്നും ഉപയോഗിച്ചില്ല. എന്നിട്ട് വേണമെന്ന് ഉപയോഗിക്കാൻ. ഇതിന്റെ പേരെന്താന്ന് പറ. മൺചട്ടി. മൺചട്ടി എന്താ ചെയ്യണേ? മൺചട്ടി മയക്കണത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം പുതിയവർക്ക് വേണ്ടി ഞാൻ ഒന്നോടെ ഒന്ന് ചെയ്യാന്ന് കരുതിയതാട്ടോ. എന്നിട്ട് കഴുകി വേവിച്ച് വെച്ച് എണ്ണയൊക്കെ പറ്റേച്ച് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കും. ഒരു 3-4 ദിവസം കഞ്ഞോളം ഒഴിച്ചിട്ട് ശരിക്കും അടിയിലില്ലേ, അടിയിലും ഒരു പാത്രത്തിൽ കഞ്ഞോളം ഒഴിച്ചിട്ടാ നല്ലത്. ഈ മണ്ണിന്റെ സ്വാദൊക്കെ പോകാനാണ്. നാളെ നമുക്ക് ആ പഴയ ചീനിച്ചട്ടി എടുത്തേച്ച് ഇതിലേക്ക് കഞ്ഞോളം ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ തൽക്കാലം ഇന്നത്തേക്ക് ഇങ്ങനെ വെച്ചതാ. ഞാൻ ഓർത്ത് നാളെ എടുക്കാൻ. പക്ഷെ നാളെ എടുക്കാൻ പറ്റില്ല. അവിയലുണ്ടാക്കാൻ വേറെ പഴയ മൺചട്ടികൾ എടുക്കാം. ദേ മൺചട്ടികളല്ലേ ദേ എത്ര നോക്കിയതേ ഇഷ്ടം പോലെ. ഇതിങ്ങനെ ഇരിക്കണം. ദേ ഇവിടെ വേറെ, ഇവിടെ വേറെ. അടുപ്പിൽ കറി വെച്ചിരിക്കണം. ഒന്ന് പുറത്ത് കഴുകാൻ വേറെ ഇട്ടിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് പാതി നോയമ്പ. പാതി നോയമ്പിന്റെ ഡിന്നർ എടുക്കുവാണ്. സമയം 10 മണി. ഇച്ചിരി വൈകിട്ട് എടുക്കാം. അത് പല കാരണങ്ങളും ഉണ്ടായി. ഷൂട്ടുള്ള ദിവസങ്ങളിൽ പിന്നെ എപ്പോഴും വൈകും. അല്ല, അത് തന്നെയല്ല,
സ്കൂട്ടറിന് ഒരു ചെറിയ കംപ്ലൈന്റ് വന്നായിരുന്നു. അപ്പൊ അത് മെക്കാനിക്കൊക്കെ വന്ന് ശരിയാക്കി. ചെറിയ എന്തോ ഒരു കംപ്ലൈന്റ് ആയിരുന്നു, സ്റ്റാർട്ടിങ് ട്രബിളാണ്, പണ്ട് കാരണം വന്ന പോലെ. അപ്പൊ അതൊക്കെ ശരിയാക്കി. പിന്നെ കുളി പരിപാടികൾ കഴിഞ്ഞപ്പോ 1-2 പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വിസിറ്റിന്, വെറുതെ സംസാരിച്ചിരിക്കാൻ, അയൽവാസികള്. അപ്പൊ അവരൊക്കെ വന്ന് പോയി. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഇന്ന് വൈകിയത്. അപ്പൊ കഞ്ഞി എടുക്കുക. കഞ്ഞിക്ക് ഇന്നൊരു പ്രത്യേകതയുണ്ട്, പാതി നോയമ്പായതുകൊണ്ട്. അത് വിളമ്പുമ്പോ കാണാം. എടുക്കട്ടെ ആദ്യം. എടുത്തോ. അപ്പയ്ക്കുള്ളതാട്ടോ വിളമ്പണത്. കഞ്ഞി ആയതുകൊണ്ട് ഈ പാത്രത്തിലാണ് ഞാൻ എടുക്കണം. അപ്പയ്ക്ക് കഞ്ഞി എടുക്കണം. കഞ്ഞിവെള്ളം അധികം പാടില്ല. എനിക്ക് പക്ഷെ എതിരാണ്, കഞ്ഞിവെള്ളം വേണം. സ്റ്റാർച്ച് ആണെങ്കിലും എനിക്ക് ഇച്ചിരി വേണം. കാരണം അങ്ങനെ ശീലിച്ചു പോയി. വൈകിട്ടായതുകൊണ്ട് ഇത്രയായിരിക്കും കഴിക്കുള്ളൂ. വേണമെങ്കിൽ പിന്നെ ചാൻസ് കുറവാ. സമയവും ലേറ്റ് ആയില്ലേ. പിന്നെ വൈകുന്നേരം ഏതാണ്ട് ഭക്ഷണം കഴിച്ചായിരുന്നു. ദോശ ഏതാണ്ട്, ആ ദോശയല്ലേ കഴിച്ചായിരുന്നു. അപ്പൊ പിന്നെ ഇത്രയും വൈകിയതുകൊണ്ടും ഇതേ കഴിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇന്നത്തെ കറി അപ്പയ്ക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? വളരെ ലളിതമായ കറി, ചെറിയ വകപ്പുള്ളോ? ഇത് അച്ചിങ്ങാപ്പയർ. അത് നിങ്ങൾ കണ്ട് മടുത്തു വെറുത്തു എന്ന് തന്നെ പറയാം. ഞങ്ങൾ ഒരിക്കലും വെറുക്കാത്ത കറിയാണ് അച്ചിങ്ങ ഉലർത്ത. ഇന്നത്തേല് പൊളിയല് സ്വല്പം കുറവാ. സാധാരണ സ്വല്പോടെ പൊളിയൽ ഉണ്ടാവാറുണ്ട്, എന്നാലും ടേസ്റ്റിയാ അല്ലേ? ഇപ്പൊ കൂട്ടി നോക്കിയില്ലാനോ? ടേസ്റ്റിയാ. ഞാൻ കുറച്ചെടുത്തേ നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. മുഴുവൻ ഇതിൽ ഉലർത്തി വെച്ചേക്കണ്ടല്ലോ നോർത്ത്. വൈകുന്നേരം ഉലർത്തി വെച്ചതാട്ടോ. ഉച്ചക്ക് ഇതല്ലായിരുന്നു കറി, വേറെ എന്തോ ആയിരുന്നു. അപ്പൊ വൈകിട്ടത്തെ വേറൊരു കറി 5-6 മാസം മുമ്പ് നെല്ലിക്ക കറുപ്പിച്ച് നല്ലെണ്ണയിൽ ഉലർത്തി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ്. ഇത്രേ ഉള്ളിഞ്ഞി. ഇപ്പൊ നെല്ലിക്ക കറുപ്പിച്ചത് കണ്ടോ? ഇതെങ്ങനെ ഒപ്പിച്ച്? അല്ല, ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. കുപ്പിയിൽ തന്നെ വെച്ചിരുന്ന എന്നുണ്ടാക്കിയത്. 5-6 മാസമായല്ലോ. ഇത് ജൂണിലെങ്ങാണ്ട് ഉണ്ടാക്കിയതല്ലേ? ജൂണല്ല, 5-6 മാസമായി. ജൂണല്ല, അത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ അത് ചാലിച്ച ഇത് ഇതില് ചാലിക്കും. എന്നിട്ട് അച്ചിങ്ങ ഉലർത്തിയതും കൂട്ടി കഴിക്കുക. വേറെ ഒന്നുമില്ല. ഇന്നത് മതി. ചാറുമില്ല, വേറെ ഉലർത്തുമില്ല, ഒന്നുമില്ല. എന്നാ പിന്നെ പനീർ ഉണ്ടാക്കിയപ്പോ അത് ഇതിന്റെ കൂടെ വെക്കായിരുന്നു അല്ലേ? അത് പക്ഷെ തീർന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. പനീർ, തന്തൂരി പനീർ, അതിന്റെ ആവശ്യമൊന്നുമില്ല. കഞ്ഞി കുടിക്കുമ്പോ ലളിതമായിട്ട്. ഇന്ന് പാതി നോമ്പല്ലേ, അപ്പൊ സിമ്പിൾ ആയിക്കോട്ടെ. കൊടുക്കട്ടെ. ഓക്കെ. അമ്മ എപ്പോഴാ എടുക്കണേ? ഞാനിപ്പോ തന്നെ എടുക്കും. ഓക്കെ. അമ്മയുടെയും കാണാം. ഇത് കൊടുക്കട്ടെ അപ്പയ്ക്കാദ്യം. കൊടുക്കുവാട്ടോ. ഞാനും വരാം. പോരെ. അപ്പ ഉപ്പിട്ടെടുത്തോളും. കഞ്ഞിയിൽ ഉപ്പിടുമ്പോഴേ അതിലേലായിട്ട് കിടന്ന അപ്പയ്ക്ക് ഇഷ്ടപ്പെടില്ല. എടുത്തു കഴിയുമ്പോ ഉപ്പ് ഞാനിങ്ങനെ കൊണ്ടുവന്നോളാം. ഉപ്പിടുന്നതിനും ഉണ്ട് അപ്പയ്ക്ക് അതിൻ്റെതായ രീതി. കഞ്ഞിവെള്ളത്തിലാ ഉള്ളതാകുമ്പോ ഇച്ചിരി ഉപ്പിട്ടില്ലെങ്കിൽ ശരിയാവില്ല. വേറെ ടി വി വെച്ചിട്ടില്ലല്ലോ. ഓഫ് ചെയ്താ ആണോ? നാളെ ആരാണ്ട് നമ്മുടെ വീഡിയോയിൽ കുറെ പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾ ടി വി വെക്കൂലേന്ന്. ടി വി ഒക്കെ വാർത്തയും മറ്റുള്ള സംഗതികളും കാണാൻ ഇഷ്ടംപോലെ വെക്കാറുണ്ട്, ചർച്ചകളൊക്കെ വെക്കാറുണ്ട്. സീരിയൽ ഞങ്ങൾ കാണാറില്ല, അതിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ സിനിമയൊന്നും കാണൽ അധികം ടി വിയിലില്ല. അതൊക്കെ പണ്ടത്തെ കാലമായിരുന്നു, ഇപ്പൊ അതൊന്നും ഇല്ല, കാണലില്ല. അതുകൊണ്ടാണ്. മറ്റുള്ള പാട്ടുകൾ കേൾക്കും, ചർച്ചയാണ് പ്രധാനമായിട്ട് വെക്കണത്. അതെ, അപ്പയുടെ ഫേവറേറ്റ് ചർച്ച. അപ്പ ഇന്ന് നോക്കണൊക്കെ ഉണ്ട്. നെല്ലിക്ക കറുപ്പിച്ച് അപ്പയുടെ ഒന്ന് ചോദിച്ചാൽ അപ്പയുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തെ ചില കറികളുണ്ട്. എനിക്കിത് മതി. അപ്പ ഉപ്പിടുന്നതിന് സിസ്റ്റമാറ്റിക് രീതിയുണ്ട്. കൊറേ നാളായി, ഞാൻ വിചാരിച്ചത് തീർന്നായിരിക്കും. 5-6 മാസം മുമ്പത്തെയാണ് അമ്മ പറഞ്ഞത്. ഇപ്പൊ നെല്ലിക്ക വന്നു തുടങ്ങിയിട്ടുണ്ട്. 68 രൂപ 1 കിലോ. അതിനും നല്ല വിലയാ. അത് വില ഇനി ഇരിക്കും. ഈ പോട്ട് 40 രൂപ വരെ വരും. നമ്മള് 40 രൂപയ്ക്ക് മേടിച്ചാണ് ഇത് കറപ്പിച്ചേക്കണേ. കഞ്ഞി രാത്രി കുടിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഡൈജഷനും അങ്ങനെയുള്ള എല്ലാ സംഗതികൾക്കും വളരെ നല്ലതാണ്. ഈ കരിനെല്ലിക്ക ചാലിച്ച് കഞ്ഞി കുടിക്കുന്നത് വളരെ രുചികരമാണ്, വളരെ ഹെൽത്തിയാണ്. നല്ല ചോറാണ്. അച്ചിങ്ങ എങ്ങനെയുണ്ട്? നല്ല. ഇന്ന് വളരെ സിമ്പിൾ ആയി പോയി. വളരെ സിമ്പിൾ ബട്ട് വെരി ടേസ്റ്റി.
ബഹുചോറ് തന്നെയല്ല, നല്ല തിളച്ച കഞ്ഞിയാ. എനിക്ക് കഞ്ഞി എപ്പോഴും തിളച്ച ഭൂമി കുടിക്കുന്നതാണ് ഇഷ്ടം. അതിനൊരു പ്രത്യേക രുചിയുണ്ട്. നല്ല ചൂടാണ്. അമ്മേനെ ഒന്ന് നോക്കാൻ പോവാം. അമ്മയ്ക്ക് ഇപ്പൊ എടുക്കൂന്ന അമ്മ പറഞ്ഞ. ആ അമ്മയ്ക്ക് സെയിം പാറ്റേൺ ആണല്ലോ. വേണ്ട, കഞ്ഞി വേണ്ട, ഞാൻ സ്മൂത്തി അടിച്ചോളാം. പീനട്ട് ബട്ടർ സ്മൂത്തി. ആ വെള്ളം ഒഴിച്ചിട്ടോ, എനിക്ക് വേണ്ട. കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് ഞാൻ ഡിന്നറിന് കഞ്ഞി കഴിക്കാറില്ല. നെല്ലിക്ക, പുതിയ നെല്ലിക്ക വന്നിട്ടുണ്ടെങ്കിൽ ഇച്ചിരി മേടിച്ച് കറപ്പിക്കാം നമുക്ക്. അപ്പൊ പറഞ്ഞു വന്നിട്ടുണ്ടെന്ന്. നാളെ തന്നെ വെച്ച് മേടിപ്പിക്കാം. 1 കിലോ 68 രൂപയാണ്. ഇത് എത്രയായിരുന്നു ആർക്കറിയാം. എനിക്കത് മതി. അതും മറ്റേ ഓർക്കണില്ല, ഒരുപാട് നാൾ മുമ്പാ. എന്നാ ഞാനും കുടിക്കട്ടെ. ആയിക്കോട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. 10 മണി. See you. അപ്പൊ ഇനി നല്ല എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ കാണാം. ശുഭരാത്രി. ബൈ ബൈ. ബൈ ബൈ. അതെന്നാ